എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സീന സിരിയായി പാർട്ടിയിലേക്ക് വരുന്നു. പക്ഷേ പാർട്ടിയിൽ ഓൾറെഡി പോപ്പിന്റെ സിരിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാവരും കിട്ടുന്നുണ്ട്. സോ സിരിയെ കാണുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് മീഡിയാസ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇവളെ കണ്ട് വീട്ടുകാരെല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. ഇവൾ പോപ്പിന്റെ മിസ്ട്രസ് ആണെന്ന് അവിടെ കൂടിയുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്. കാരണം പോപ്പിന്റെ ഫസ്റ്റ് വൈഫ് ന്യൂട്ടാണ്. അതുകൊണ്ട് സിരിയ മിസ്ട്രസ് ആയിരിക്കുമല്ലോ. സീനയാകട്ടെ സിരിയ ആക്ട് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. മദർ പറഞ്ഞ അനുസരിച്ച് തീ പെട്ടെന്ന് അവളെ അവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങുന്നുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ അറ്റ്ലീസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് അവൾ പറയുമ്പോൾ തീ ആകട്ടെ കേൾക്കാതെ അവിടുന്ന് അവളെ കൊണ്ടുപോകുന്നു. മീഡിയാസ് എല്ലാം അപ്പോൾ ന്യൂട്ടിന്റെ പുറകെ കൂടുന്നു. അവളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവളുടെ കണ്ടീഷൻ ആകട്ടെ ഒരുപാട് മോശമാകുന്നു. അവൾക്ക് ബോധം നഷ്ടമാകുന്നുണ്ട്. പെട്ടെന്ന് ക്രിട്ട് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ന്യൂട്ടിന് ബോധം വരുന്നു. ന്യൂട്ടാകട്ടെ ക്രിട്ടിനെ കാണുമ്പോൾ താങ്ക്സ് പറയുന്നതിന് പകരം അവനോട് ചൂടാകുന്നു. ഇതെല്ലാം നീ കാരണമാണ്. നീ അവളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സിരിയയ്ക്ക് ഇത്രയും ധൈര്യം വന്നത്. ഇന്ന് എല്ലാവരുടെയും മുന്നിൽ അവളുടെയും പോപ്പിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ധൈര്യം വന്നത് നീ കാരണമാണെന്ന് അവൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ സിരിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ചെയ്യുന്നത് എൻ്റെ ജോലി മാത്രമാണ്. നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞ ശേഷം ക്രിട്ട് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് തീയും സീനയുമാണ്. തീ അവളോട് ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. നീ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് പാർട്ടിയിൽ വരാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ എന്തിനാണ് പെട്ടെന്ന് പാർട്ടിയിലേക്ക് വന്നത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ പാർട്ടിയിൽ വരാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ എനിക്ക് കാർഡ് തന്നു. ഇവിടേക്ക് വരാൻ എന്നെ ഫോഴ്സ് ചെയ്തു. ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് സീനയും ചോദിക്കുന്നു. നീ ഒന്നും പറയണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം. നീ മനഃപൂർവ്വമാണ് നിൻ്റെയും പോപ്പിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഈ പാർട്ടിയിൽ കാണിച്ചത്, ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ. എനിക്ക് മനസ്സിലാകാത്തത്, ഞങ്ങളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്ത് സന്തോഷം കിട്ടും എന്നാണെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ നിന്നോട് അവസാനമായി പറയാണ്, ഇതൊന്നും ചെയ്ത് ഞാനല്ലെന്ന് അവൾ പറയുന്നു. പക്ഷേ തീയാകട്ടെ അവളെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയൊക്കെയാണ്. മദർ ആകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. അവർ പായെ അടിക്കുന്നുണ്ട്. നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് അവർ പായോട് ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ചെയ്തത് പായാണ്. ഞാൻ ഇതെല്ലാം ചെയ്ത് മീഡിയാസിൻ്റെ മുന്നിലും ആളുകളുടെ മുന്നിലെല്ലാം സിരിയ ഒരുപാട് ഇൻസൾട്ട് ആകാൻ വേണ്ടിയാണ്. ഇൻസൾട്ട് സഹിക്കാൻ വയ്യാതെ അവസാനം അവൾ നമ്മുടെ വീട് വിട്ട് പോകണം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് അവൾ പറയുന്നു. പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി സിരിയയ്ക്ക് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തതും അവളെ ഫോഴ്സ് ചെയ്തതും പാ തന്നെയാണ്. പക്ഷേ അവർക്കാർക്കും അറിയില്ല ഇവിടെ സിരിയല്ല, അവളുടെ സ്ഥാനത്ത് സീനയാണ്. ഈ വക കാര്യങ്ങളൊന്നും അവൾക്ക് ഒട്ടും കെയറില്ലെന്ന്. എന്തായാലും പാ ഈ പറയുന്ന കേട്ട് മദർ അവളോട് ദേഷ്യപ്പെടുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ ചെയ്തത് വലിയ തെറ്റാണെന്ന് മദർ പറയുന്നുണ്ട്. ഈ സീനിൽ സീന കാവുന്റെ കൂടെ പൂൾ സൈഡിൽ നിന്ന് കളിക്കുകയാണ്. അവർ രണ്ടുപേരും ഓരോ ഗെയിംസ് എല്ലാം കളിക്കുന്നു. ഇതെല്ലാം കണ്ട് ദാരികയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. നീ ഈ വീട്ടിലുണ്ടാകാൻ കാരണം നിന്റെ മകനല്ലേ? നിന്റെ മകനല്ലേ നിന്റെ ഹാപ്പിനെസ്? നിന്റെ മകൻ നിന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ദാരിക അവിടുന്ന് പോകുന്നു. സീനയും കാവും ആകട്ടെ അപ്പോഴും കളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കാവു ബോൾ എങ്ങോട്ടോ എറിയുന്നു. സീനയാകട്ടെ ബോൾ എടുക്കാൻ വേണ്ടി അതിൻ്റെ പിറകെ പോകുന്നുണ്ട്. പക്ഷെ ആ താഴെ കിടക്കുന്ന ബോൾ അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും സ്പൈ അവിടേക്ക് വരുന്നു. എന്നിട്ട് ബോൾ എടുക്കാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ പൂൾ സൈഡിൽ കാവു നോക്കുമ്പോൾ അവൻ്റെ ഫേവറേറ്റ് ടോയ് പൂളിൽ കിടക്കുകയാണ്. അവൻ ആ ടോയ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സീന വന്ന് നോക്കുമ്പോൾ കാവു വെള്ളത്തിൽ വീഴുന്ന കാണുന്നുണ്ട്. അവനാണെങ്കിൽ നീന്താൻ അറിയില്ല, കൊച്ചു കുഞ്ഞല്ലേ. ഹെൽപ്പിന് വേണ്ടി സീന വിളിച്ച് ഒരുപാട് കരയുന്നുണ്ട്. അപ്പോഴേക്കും ന്യൂട്ട് അവിടേക്ക് ഓടി വരുന്നു. കാവുനെ ഇങ്ങനെ കാണുമ്പോൾ അവൾ പെട്ടെന്ന് പൂളിലേക്ക് ജമ്പ് ചെയ്യുന്നു. എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കാവു ആകട്ടെ മോം മോം എന്ന് വിളിച്ച് കരയാണ്. ഈ സൗണ്ട് കേട്ട് മറ്റുള്ള എല്ലാവരും ഓടി വരുന്നു. കാവു ഇങ്ങനെ മോം എന്ന് വിളിക്കുമ്പോൾ ന്യൂട്ട് വിചാരിക്കുന്നത് അവൻ തന്നെയാണ് മോം എന്ന് വിളിക്കുന്നതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാവു ഇങ്ങനെ മോം എന്ന് വിളിക്കുന്നത് സിരിയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇവിടെ ന്യൂട്ടിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ പോപ്പിനും ന്യൂട്ടിനും ഒരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞു മരിച്ചു പോകുന്നുണ്ട്. ന്യൂട്ട് ഇപ്പോഴും അതിന് ഡിപ്രഷനിലാണ്. ആ ഇൻസിഡന്റിന് ശേഷമാണ്
ന്യൂട്ടിനും പോപ്പിനും ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ സീനയ്ക്ക് കാവ് പൂളി വീഴാൻ കാരണം അവൻ്റെ ഫേവറേറ്റ് ടോയ് കാരണമാണെന്ന് മനസ്സിലാകുന്നു. അവൾ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സത്യം പറ, ആരാണ് കാവിൻ്റെ ഈ ടോയെ വെള്ളത്തിയിട്ടെന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ അവരെല്ലാവരും തിരിച്ച് സീനയെ ബ്ലെയിം ചെയ്യുന്നു. നിന്റെ കെയർലെസ്നെസ് കൊണ്ടാണ് കാവ് ഇന്ന് പൂളി വീണത്, എന്നിട്ട് നീ ഞങ്ങളെ ബ്ലെയിം ചെയ്യാണോ? നീ ആദ്യം സ്വയം നല്ലൊരു അമ്മയാകാൻ ശ്രമിക്കാൻ അവരെല്ലാവരും അവളോട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ക്രിട്ട് അറിയുമ്പോൾ അവൻ സീനയോട് കാവിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഓർത്ത് നീ വറീഡാണെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. ഇല്ല, കുറച്ചു നാളത്തേക്ക് എനിക്ക് ഇവിടെ തന്നെ താമസിക്കണം. കാവിൻ്റെ എനിമി ആരാണെന്ന് കണ്ടെത്തണം എന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ നൈറ്റാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഇൻസിഡൻ്റ് ഓർത്ത് ഇപ്പോഴും സീന ഒരുപാട് ടെൻഷനിലായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കാവുവിനോട് സോറി പറയുന്നു. സോറി കാവു, നിനക്ക് വേണ്ടി മോമിന് ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല, നിന്നെ ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയുന്നു. ഇതെല്ലാം തീയും കേൾക്കുന്നുണ്ട്. അവനും ഒരുപാട് ഇമോഷണൽ ആകുന്നു. അവൻ സീനയോട് നീ ഇങ്ങനെ സ്വയം ബ്ലെയിം ചെയ്യാതിരിക്കൂ, ഇന്നത്തെ കാര്യങ്ങളെല്ലാം മറക്കാൻ അവളോട് പറയുന്നു. നെക്സ്റ്റ് ഡേ സീന വർക്ക് ചെയ്യാനായി ഓഫീസിലേക്ക് വരുന്നു. കാരണം സീനയ്ക്ക് ഉറപ്പായിരുന്നു ഈ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ന്യൂട്ടാണെന്ന്. അതുകൊണ്ട് ഫുൾ ടൈം അവളെ വാച്ച് ചെയ്ത് അവൾക്കെതിരെ എന്തെങ്കിലും പ്രൂഫ് കണ്ടെത്തണം, എന്നിട്ട് ന്യൂട്ടന് സത്യം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് സീന ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. അതേസമയം സീന ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത് ന്യൂട്ടിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവൾ ഓപ്പൺലി സീനെ ചലഞ്ച് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രം മതി, ഈ ദിവസങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ ഈ ഓഫീസിന് പുറത്താക്കുമെന്ന് ന്യൂട്ട് അവളോട് പറയുന്നു. ഈ ചലഞ്ച് സീന അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നീ എങ്ങനെ എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് അവളും പറയുന്നുണ്ട്. ന്യൂട്ടാകട്ടെ സീനയ്ക്ക് പണി കൊടുക്കാനായി വർക്ക് ചെയ്യാനായി അവളെ തീയുടെ അണ്ടറിലാക്കുന്നു. തീയും അവളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ പറയുന്ന പോലെ ഇവൾ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യട്ടെ, ഞാൻ ഇവളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാം, ഈ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. പാവം സീനയാകട്ടെ ഇവിടെ ട്രാപ്പിലാകുന്നു. അവൾ ഈ കമ്പനി വരാൻ കാരണം ന്യൂട്ടിനെ സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തീയുടെ അണ്ടറിലാണ്. 24/7 അവൾ തീയുടെ കൂടെ ഉണ്ടായിരിക്കണം. അവൾക്ക് അവളുടെ പ്ലാൻ നടത്താൻ പറ്റുന്നില്ല. എന്തായാലും അവളുടെ മുന്നിൽ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. തീ ആകട്ടെ സീനയെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിക്കുന്നു. അവൻ ഒരുപാട് വർക്ക് കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഓഫീസിലും അവളെ ഫ്രീ ടൈം കൊടുക്കാറില്ല. വീട്ടിൽ വന്നാലും വർക്ക് കൊണ്ടാണ് വരുന്നത്. വീട്ടിലും അവളെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിക്കുന്നു. ഇതെല്ലാം വേഗം ചെയ്യൂ, കമ്പനിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. നീ ഒന്നുമില്ലെങ്കിലും കമ്പനിയുടെ ഹാഫ് ഓണർ അല്ലേ, അതുകൊണ്ട് ഇതെല്ലാം വേഗം പഠിക്കാൻ അവൻ അവളോട് പറയുന്നു. ഇങ്ങനെ അവൾ സീനയെ മാക്സിമം ടോർച്ചർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സീന തൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീയെടുത്ത് കൊണ്ടു കൊടുക്കുന്നു. നോക്കൂ, ഞാൻ വളരെ സ്മാർട്ടാണ്, എൻ്റെ വർക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ എനിക്കറിയാമെന്ന് അവൾ പറയുന്നുണ്ട്. അത് ഞാൻ ഈ ഫയൽ നോക്കിയിട്ട് പറയാം, നിന്റെ വർക്ക് നീ നന്നായി ചെയ്തോ ഇല്ലയോ എന്ന്. നന്നായി ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റ് റെഡിയായിരിക്കാൻ അവൻ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് തീ ആ ഫയൽ വായിക്കുന്നുണ്ട്. എവിടേക്കാണോ സീന മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് അവിടെയെല്ലാം പണിഷ്മെൻ്റായി ഒരു ഹാമർ കൊണ്ട് അവൻ അവളെ തലയ്ക്കടിക്കുന്നു. ഹാമർ എന്ന് പറയുന്നത് ടോയ് ഹാമറാണ്. തീ ആ ടോയ് ഹാമർ കൊണ്ട് വീണ്ടും സീനെ അടിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. അവൻ്റെ കാല് സ്ലിപ്പാകുന്നുണ്ട്. ബൈ മിസ്റ്റേക്ക് രണ്ടുപേരും ആക്സിഡൻ്റലി കിസ് ചെയ്യുന്നു. പെട്ടെന്ന് തീ മാറാൻ തുടങ്ങുമ്പോൾ കാല് സ്ലിപ്പായി അവൻ അവളുടെ മടിയിലിരിക്കുന്നുണ്ട്. ഈ കറക്റ്റ് ടൈമിൽ ഒരു സ്റ്റാഫ് അവിടേക്ക് വരുന്നു. ഈ സീൻ കാണുമ്പോൾ സോറി പറഞ്ഞ് അവർ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. തീ ഇങ്ങനെ സീനയ്ക്ക് എപ്പോഴും ഒരുപാട് വർക്ക് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ വന്നാലും ഈ വർക്കെല്ലാം ചെയ്ത് അവൾ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആകുന്നു. തൻ്റെ ഫ്രസ്ട്രേഷൻ മാഗസീനിലുണ്ടായിരുന്ന തീയുടെ ഫോട്ടോയിൽ അവൾ തീർക്കുന്നുണ്ട്. അവൾ ആ ഫോട്ടോയിൽ സ്കെച്ച് പെൻ കൊണ്ട് കുറേ ഡ്രോയിങ്സ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫോട്ടോ നോക്കി തീയോട് സത്യം പറയാമല്ലോ, ഈ ഫോട്ടോയിൽ നീ വളരെ സ്മാർട്ടായിട്ടുണ്ട്, നല്ല ഹാൻഡ്സം ആയിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. തീക്കാകട്ടെ സീനി ചെയ്ത കാര്യങ്ങളൊന്നും അറിയില്ല. തീ ആകട്ടെ തൻ്റെ ലുക്കിനെ കുറിച്ച് സീനിനെ പറയുന്ന കേട്ട് വളരെ ഹാപ്പിയാകുന്നു. ശരിയാ, അത് നല്ല പോസാണെന്ന് അവനും പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തീ സീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആ കമ്പനിയെക്കുറിച്ച് അവൻ അവളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്.
ഇതിൻ്റെ ആൻസേഴ്സ് ഒന്നും സീനയ്ക്ക് പറയാൻ പറ്റില്ലെന്നാണ് തീ വിചാരിക്കുന്നത്. പക്ഷേ സീൻ ഇതിനെല്ലാം ആൻസേഴ്സ് പറയുന്നു. ഇത് കേട്ട് തീ ആകെ സർപ്രൈസ് ആകുന്നുണ്ട്. ഇവൾക്ക് ബിസിനസ്സിനെ കുറിച്ച് ഇത്രയും നോളജ് ഉണ്ടോ? പക്ഷേ ആക്ട് ചെയ്യുന്ന കണ്ടാൽ ഒന്നും അറിയാത്ത പോലെയാണല്ലോ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇനി എൻ്റെ ചാൻസ് ആണെന്ന് പറഞ്ഞ് നേരത്തെ തീ അവളെ ഹിറ്റ് ചെയ്ത ആ ടോയ് ഹാമർ കൊണ്ട് സീന അവനെ ഹിറ്റ് ചെയ്യുന്നു. അതേസമയം റിയൽ സിരിയാണ് കാണിക്കുന്നത്. തൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അവളുടെ കാലിൽ ഇപ്പോൾ ചെറുതായിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. ഈ കാര്യം ക്രിട്ടോ അറിയുന്നു. അവൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് സിരിയെ മീറ്റ് ചെയ്യാമെന്ന് അവനെ നഴ്സിനോട് പറയുന്നുണ്ട്. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നു. ഓഫീസിനകത്തേക്ക് വരുമ്പോൾ നുട്ടാകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. എനിക്ക് പറയാനുള്ളത് നീ വീട്ടിലെ കാര്യങ്ങളെല്ലാം പിന്നീട് സോൾവ് ചെയ്യാമെന്നാണ്. ആദ്യം കമ്പനിയുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ അവൾ അവനോട് പറയുന്നു. നിന്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ നീ ആദ്യം പഠിക്കാൻ അവനോട് പറയുന്നു. എൻ്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം പറയൂ, മാഡത്തിന് എന്ത് കാര്യമാണ് ചെയ്തു തരേണ്ടതെന്ന് അവൻ ചോദിക്കുന്നു. കമ്പനിയുടെ കുറേ കാര്യങ്ങളിൽ നിന്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് നുട്ട് അവനോട് പറയുന്നു. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് ഒരു എംപ്ലോയി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സീനിൽ ദാരികയാണ് കാണിക്കുന്നത്. സീന ഇപ്പോൾ ഫുൾ ടൈം തീയുടെ കൂടെയാണ്. അതുകൊണ്ട് അവൾ ഒരുപാട് ജലസായിരുന്നു. അവൾക്കൊരു പണി കൊടുക്കാനായി ദാരിക മനഃപൂർവ്വം സീനയെ കസ്റ്റമേഴ്സുമായി മീറ്റ് ചെയ്യിക്കുന്നു. ഇവർ വന്നിരിക്കുന്നത് കാറ് പർച്ചേസ് ചെയ്യാനാണ്. അതുകൊണ്ട് നീ പോയി ഇവരെ കാറ് കാണിക്കൂ. നിനക്കിതിനെക്കുറിച്ച് നല്ല നോളജ് ഇല്ലേ? സോ ഐ തിങ്ക് നീയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ദാരിക അവളോട് പറയുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഇത്രയും സ്റ്റഡി ചെയ്തതാണ്. ഞാൻ ഇത്രയ്ക്ക് സ്റ്റുപ്പിഡ് അല്ല എന്ന് പറഞ്ഞ് സീന അവരെയും കൂട്ടി കാറ് കാണിക്കാൻ വരുന്നു. ഇവിടെ റിയൽ സിരി ആയിരുന്നുവെങ്കിൽ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ അവൾക്ക് പറ്റുമായിരുന്നെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ സീനയാണ് സ്മാർട്ട് ഗേൾ. അവൾ നന്നായിട്ട് സംസാരിച്ച് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നു. ലാസ്റ്റ് കാറ് വാങ്ങിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സീന അവിടെ എല്ലാം കീസ് നോക്കുന്നുണ്ട്. കാറിൻ്റെ ടയറിൻ്റെ സൈഡിൽ കീസ് കിടക്കുന്നത് അവൾ കാണുന്നു. ആ കീ എടുക്കാൻ വേണ്ടി വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് സീന ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാലൻസ് സ്ലിപ്പായി അവൾ താഴെ വീഴുന്നു. അവൾ ഒറ്റയ്ക്കല്ല വീഴുന്നത്, ആ കസ്റ്റമേഴ്സിനെ കൂട്ടിയാണ് വീഴുന്നത്. കസ്റ്റമർ ആകട്ടെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നു. അയാൾ തീയെ കോൾ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ കമ്പനിയായിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി ഡിസേബിളായ ആളുകളെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും നോർമൽ പേഴ്സണെ വെക്കാൻ പാടില്ലേന്ന് അയാൾ ചോദിക്കുന്നു. തീ അവിടേക്ക് വരുന്നുണ്ട്. സീന ഇങ്ങനെ തറയിൽ കിടക്കുന്നത് അവൻ കാണുന്നു. കൂടാതെ കസ്റ്റമർ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീ വന്ന് അവളെ എടുത്ത് വീൽ ചെയറിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് കസ്റ്റമറിനോട് വളരെ ശാന്തമായി സംസാരിക്കുന്നു. തീ ഇങ്ങനെ വളരെ കാമായിട്ട് എല്ലാ കാര്യങ്ങളും ആ കസ്റ്റമറിനോട് സംസാരിക്കുന്നു. ലാസ്റ്റ് അവരുടെ മിസ്റ്റേക്ക് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. തങ്ങൾ സിരിയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഐ മീൻ സീനയോട്. ഡിസേബിൾ ആണെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ എല്ലാ അവകാശവും അവൾക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ അവളോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് ആ കാർ വാങ്ങിക്കുന്നു. തീയുടെ ബിഹേവിയർ കണ്ട് സീനെ സർപ്രൈസ് ആകുന്നു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ആ കാറിൻ്റെ കേസ് അവിടെ വെച്ച് ആരാണെന്ന് തീക്ക് മനസ്സിലാകുന്നു. അവൻ ദാരികയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫുട്ടേജ് അവളെ കാണിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീയാണ് ഇത് ചെയ്തതെന്ന്. നിനക്കറിയാവുന്നതല്ലേ സിരി ഡിസേബിൾ ആണെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് തീ അവളോട് ചോദിക്കുന്നു. എനിക്കറിയാം, പക്ഷെ എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. നീ അല്ലേ പറഞ്ഞത് ഇത് സിരിയല്ലെന്ന്? അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. അവൾ റിയലായിട്ടും ഡിസേബിൾ ആണോ അല്ലയോ എന്ന്. തീക്കാകട്ടെ ഇതെല്ലാം കേട്ട് ഒരുപാട് ദേഷ്യം വരുന്നു. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, ഇത് സിരിയെ തന്നെയാണ്, അവൾ ഡിസേബിൾ ആണ്. അതുകൊണ്ട് ഇനി മേലാൽ അവൾ ഈ ഡിസേബിലിറ്റിയെ കളിയാക്കുന്ന വിധത്തിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് തീ അവളോട് അവിടുന്ന് പോകാൻ പറയുന്നു. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഇതെല്ലാം കേട്ട് ദാരികയ്ക്കാകട്ടെ ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ സീന ഓഫീസിലേക്ക് വരുന്നു. കാരണം തീ തന്നെ ഇന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് അവൾക്കറിയാമായിരുന്നു. സോ അവൾ വന്ന് അവനോട് താങ്ക്സ് പറയുന്നു. എനിക്ക് നിന്റെ ഒരു താങ്ക്സിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതെല്ലാം ചെയ്ത് എൻ്റെ ബ്രദറായി പോപ്പിന് വേണ്ടിയാണ്. കാരണം പോപ്പ് എന്നെ വിശ്വസിച്ചാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിച്ചത്.
ഞാനിവിടെ പോപ്പ് എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ തെറ്റായ ഒരു ധാരണ വേണ്ടെന്ന് അവൻ അവളോട് പറയുന്നു. ഇതെല്ലാം കേട്ട് സീനയ്ക്കാകട്ടെ നന്നായിട്ട് ദേഷ്യം വരുന്നു. ഞാൻ ഇവനോട് നന്ദി പറയാൻ വന്നെയാണ്, പക്ഷെ ഇവനാകട്ടെ എന്നോട് ദേഷ്യപ്പെടുന്നു, അതും കാരണമില്ലാണ്ട്. ഇവൻ ആരുടെ ദേഷ്യമാ തന്നോട് തീർക്കുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ധാരികയാകട്ടെ ടീ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് സാഡായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ വീട്ടിൽ വരുമ്പോൾ അവൾ ഡ്രങ്കായിരുന്നു. ആ ഡ്രങ്കായ അവസ്ഥയിലും അവൾ ടീയുടെ പേര് മാത്രമാണ് വിളിക്കുന്നത്. ഇതെല്ലാം കേട്ട് നുട്ടിന് ഒരുപാട് ദേഷ്യം വരുന്നു. അവൾ ധാരികയെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിനക്കെന്താ ഇപ്പോൾ ബോധം വന്നോ? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞാണ് ടീയുടെ മാരേജ് കഴിഞ്ഞു, ഇനി ഒരിക്കലും നിനക്ക് അവനെ കിട്ടില്ല. നീ എത്രയും പെട്ടെന്ന് ഈ സത്യം അക്സെപ്റ്റ് ചെയ്യുന്നു, നിനക്ക് അത്രയും നല്ലതാണെന്ന് നുട്ട് അവളോട് പറയുന്നു. പക്ഷേ ധാരികയാകട്ടെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. സീനി എല്ലാ എംപ്ലോയീസിനെ കൂടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ്. പക്ഷേ ആ ഓഫീസിലെ ഒരു സ്റ്റാഫ് അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന എല്ലാ കാര്യങ്ങളും അവൻ ഫുൾ ടൈം വാച്ച് ചെയ്യുന്നുണ്ട്. സീനയും ഈ കാര്യം റിയലൈസ് ചെയ്യുമ്പോൾ അവനോട് ചോദിക്കുന്നു, നീ എന്തിനാ ഫുൾ ടൈം എൻ്റെ പിറകെ നടക്കുന്നതെന്ന്. പക്ഷേ ആ എംപ്ലോയി ഒന്നും പറയാതെ അവിടുന്ന് പോകുന്നു. ഇങ്ങനെ ഈ എംപ്ലോയി സീനയുടെ പിറകെ നടക്കുന്ന കാര്യം ടീ നോട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ആ എംപ്ലോയി സീനയെടുത്ത് വന്ന്, നീ സിരിയല്ലേ? എൻ്റെ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല, നീ സത്യം പറ, നീ സിരിയല്ലേ എന്ന് ആ എംപ്ലോയി ചോദിക്കുന്നു. സീനയ്ക്കാണെങ്കിൽ ഇവൻ ആരാണെന്ന് അറിയില്ല. സിരിയുടെ പേര് പറയുകയും ചെയ്യുന്നുണ്ട്. സീനയ്ക്കാണെങ്കിൽ എന്തു പറയണം എന്നറിയാതെ ഇരിക്കുകയാണ്. നിനക്കെന്താ എന്നെ മനസ്സിലായില്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും ടീ അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല ബോസ്, ഞാൻ മാഡത്തോട് ഒരു കാര്യം ചോദിക്കാൻ വന്നെയാണ്, എനിക്ക് ആൻസർ കിട്ടി, ഞാൻ പോവുകയാണെന്ന് ആ എംപ്ലോയി പറയുമ്പോൾ, ഇനി മുതൽ നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, മാഡത്തെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് ടീയും പറയുന്നു. സീനയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. അവൾക്കാകെ ടെൻഷൻ ആകുന്നുണ്ട്. അവൾ ക്യാബിനിലേക്ക് വരുന്നു. എന്നിട്ട് അവൾ സിരിയെ കോൾ ചെയ്യുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം സിരിയോട് പറയുന്നുണ്ട്. ഇന്ന് കമ്പനിയിൽ ഒരു എംപ്ലോയി എന്നെ സിരിയെന്ന് വിളിച്ച് സംസാരിച്ചു. അവന് നിന്നെ അറിയാവുന്ന പോലെ. അവൻ്റെ പേര് വാട്ടെന്നാണ്. എന്താ നിനക്ക് അവനെ അറിയാവൂന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പോപ്പിൻ്റെ കമ്പനിയിൽ അവന് വർക്ക് വാങ്ങിച്ചു കൊടുത്ത ഞാനാണെന്ന് സിരിയ പറയുന്നു. അതേസമയം വാട്ടിനെയാണ് കാണിക്കുന്നത്. അവൻ കമ്പനി നടക്കുമ്പോൾ ടീ അവൻ്റെ മുന്നിൽ വരുന്നു. നീ എൻ്റെ വൈഫിനെ ഫോളോ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഫുൾ ശ്രദ്ധിക്കായിരുന്നു. സത്യം പറ, എന്താ കാര്യം? നീ എന്തിനാ എൻ്റെ വൈഫിനെ ഫോളോ ചെയ്യുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ കോൾ ചെയ്യും. നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ പോലീസിൻ്റെ കയ്യിൽ ഒരുപാട് വഴികളുണ്ടെന്ന് പറഞ്ഞ് ടീ അവനെ പേടിപ്പിക്കുന്നു. വാട്ടാകട്ടെ നന്നായി പേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സീന വരുന്നു. ഹായ് വാട്ട്, എനിക്കിപ്പോൾ ഓർമ്മന്നു, നമ്മൾ രണ്ടുപേരും ക്ലബിൽ വെച്ചല്ലേ മീറ്റ് ചെയ്തെന്ന് അവൾ പറയുന്നുണ്ട്. സിരി എല്ലാ കാര്യങ്ങളും സീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൾ ആ കാര്യങ്ങളെല്ലാം വാട്ടിനോട് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ടീ ആകട്ടെ ഷോക്കാകുന്നു. ഇവൻ കുറേ നാളുകളായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്, എന്നിട്ടൊരിക്കൽ പോലും സിരിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് സിരി പറയുന്നുണ്ട്. സീന പറയുന്നുണ്ട്. ഓ അത് ശരി, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലേ. എന്തായാലും എനിക്ക് അത്യാവശ്യമായി കുറച്ച് ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ടീ അവിടുന്ന് പോകുന്നു. സീനയാകട്ടെ വോട്ടിനെയും കൂട്ടി ക്യാബിനിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് ഡോർ ലോക്ക് ചെയ്യാൻ പറയുന്നു.